എല്ലാ ഗൈസിലേക്ക് മറ്റൊരു കഥ പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് നമ്മളിന്ന് ഒരു നമ്മളെ വീടിൻ്റെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ നാട്ടിലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളെ വീട് പൊട്ടയാണ്, പുതിയ വീടൊക്കെ നമുക്ക് പണി ചെയ്തൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ വിളിച്ച് പറയണം ഗൈസ്. നമ്മൾ ആൾക്കാരൊക്കെ വിളിച്ച് കണ്ട് നേരെ ഓരോരുത്തർക്കൊക്കെ പോയി പറയണം ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ആയതന്നെ ഡ്രസ്സൊക്കെ മാറിങ്ങാണ്ട് ഓരോന്ന് വിളിച്ചങ്ങാണ്ട് അങ്ങോട്ട് പോയോ ഗൈസ്. അപ്പോൾ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ചു കൊടുക്കുക. നമുക്ക് 100 സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട് ഗൈസ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ നേരെ പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ ഇതും ബാഗൊക്കെ ഇട്ട് സെറ്റാക്കി നമുക്ക് എന്തായാലും നേരെ പോകണം ഗൈസ്. നമുക്ക് എന്തായാലും അയാളൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ സാറിൻ്റെ വീട് പുതുക്കിപ്പണിയാൻ പറഞ്ഞിട്ട്. ഓക്കെ സാറാണ്, അങ്ങോട്ട് നിങ്ങളെൻ്റെ അടുത്ത് കയറി ഞാനത് ഒരു പേപ്പറിലൊക്കെ ഒപ്പിടാണ്ട് നിങ്ങളോ ഇങ്ങോട്ട് വരും തിരിച്ചോക്കെ. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അയാളുടെ അടുത്ത് പോകണമെങ്കിൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേസ്. അങ്ങോട്ട് പോയി നമുക്ക് അവിടെ പേപ്പറിലൊക്കെ ഒപ്പിട്ടുകൊണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കണം കേസ്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേസ്. ഇപ്പോൾ വീടൊക്കെ വെക്കുമ്പോഴത്തേക്കൊരു 2 മാസമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇനി എങ്കിലും അത് കൂടുതൽ ഒരു പേടിയുണ്ട് കേസ്. എന്തായാലും നമുക്ക് നേരെ പോവാം കേസ്. കുറേ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേസ്. എന്തായാലും ഇവിടെ ഇതാണ് നമ്മുടെ ബിൽഡിങ് കേസ്. ഈ നീണ്ടുറങ്ങുന്ന ബിൽഡിംഗ് ഉണ്ട് കേസ്. ഇതാണ് നമ്മുടെ ബിൽഡിങ് കേസ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേസ്. എന്തായാലും നമുക്ക് ഇവിടെ എനിക്ക് നമ്മളെ സ്ഥലം അവിടെ എത്തിയിട്ടുണ്ട് കേസ്. നമ്മൾ അവിടെ നെല്ലൊന്നും വീണിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇവിടെ തന്നെ കണ്ട് ഒരു ലോഗോ കൊണ്ട് കേസ്. ഇവിടെ മുമ്പിൽ തന്നെ ലോഗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഈ ബിൽഡിങ്ങിൽ പോയി ഞങ്ങളുടെ ആളോടൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ സെറ്റായി ഞങ്ങളുടെ വീടൊക്കെ പുതുക്കി പണിയൊക്കെ ചോദിച്ചാൽ കേസ്. എന്തായാലും നമുക്ക് നേരെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി കണ്ട് അയാളോട് സംസാരിച്ചോ കേസ്. എന്തായാലും ഓക്കെ, നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ്. ആൾ പറഞ്ഞു 2 വർഷം കഴിഞ്ഞാലുള്ളൂ നമ്മളെ വീട് പണി ചെയ്യാണ്. എത്ര വർഷമുണ്ട് കേസ്. ഇവിടെ നമുക്ക് ഇവിടെ അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും നമ്മളെ വീട്ടിലില്ല കേസ്. നമ്മളവിടെ ആരുമില്ല കേസ്. നമ്മളെ ഫ്രണ്ടൊക്കെ ഇപ്പോൾ നാട്ടിൽ പോയി. അപ്പം നമുക്കെന്തായാലും ഇനി നാട്ടിലേക്കൊന്ന് പോയിട്ട് വരാം കേസ്. എന്തായാലും 2 വർഷം കഴിഞ്ഞ് നമ്മളെ തിരിച്ചിങ്ങോട്ട് വന്നോ കേസ്. എന്തായാലും നമുക്ക് തിരിച്ച് വന്നൊക്കെ നമുക്ക് നേരെ നമുക്ക് ഈ സ്ഥലം വിടാതെ നമുക്ക് നേരെ വീട്ടിൽ പോയി നല്ല സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പോകാം കേസ്. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വരാം കേസ്. ഓക്കെ, നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മൾ നേരെ പോയി ഇങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാം കേസ്. നമ്മളെ വിഗ് മുടിയൊക്കെ വെച്ചിട്ട് പോകാം കേസ്. അതാണ് കേസ്. നമുക്ക് വിഗൊക്കെ വെച്ചിട്ട് പോകാം. ഓക്കെ, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം മുണ്ടായിരുന്നു കഴിച്ചാൽ അതെന്താ വെച്ചാൽ നമ്മളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും കഴിച്ചു. ഒയ്യോ കഴിച്ചു ഇതിൽ പെട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ നമുക്ക് വീട്ടിൽ പോകാൻ തിരിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോവാം കഴിച്ച്. നമ്മളെ കാർ ഇവിടെ കിടക്കുന്നുണ്ട് കഴിച്ച്. നമുക്ക് നേരെ ഇനി ഇവിടുന്ന് പോവാം കഴിച്ച്. അതിന് മുമ്പ് കഴിച്ച് നമുക്ക് ഒന്നുംപാടി നമ്മുടെ വീട് ഒന്നുംപാടിയും കാണാം കഴിച്ച്. നമുക്ക് ഈ വരുമ്പോൾ ഈ വീട് കാണാൻ പറ്റും. നമ്മൾ ഈ വീടൊക്കെ പൊളിച്ചിടും കഴിച്ച്. എന്നിട്ട് പുതിയ വീട് അതിൻ്റെ മുളക്ക് കെട്ടാനാണ് ചെയ്യുന്നത് കഴിച്ച്. അതായത് നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം. ഓക്കെ, നമ്മളെ എയർപോർട്ടിൽ എത്തിയെന്ന് കഴിച്ച് നമുക്കാണെങ്കിൽ ഒരു പ്രൈവറ്റ് വിമാനം നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് കുറേ ആളിൻ്റെ ഒപ്പം അല്ല പോകുന്നത് കഴിച്ച്. നമുക്ക് പ്രൈവറ്റായി പോകാൻ വേണ്ടി അതാണ് നമ്മൾ വിമാനം കഴിച്ച്. പ്രൈവറ്റായി പോകാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ഇനി ഇവിടെ നിർത്തിയിട്ട് നേരെ അതിക്ക് കയറാം കഴിച്ച്. എന്തായാലും നമുക്ക് നേരെ കയറിയാണ്ട് പൈലറ്റ് ചേർത്ത കേസിട്ട് നമുക്ക് പോകാൻ പറ്റുക. നമുക്ക് വണ്ടി തിരിച്ചറിയില്ല. നമ്മൾ പൈലറ്റ് ചേർന്നെങ്കിൽ നമുക്ക് നമ്മളെ വണ്ടി പറക്കാൻ പോകുമോ ഗീസ്. നമ്മൾ നാട്ടിൽ നിന്ന് വിടുക അറിയാം ഗീസ്. പൈലറ്റ് ഓടിക്കണൊക്കെ ഉണ്ട് ഗീസ്. ഓയ്യോ, നമ്മളെ നാട്ടിൽ നിന്ന് വിടാൻ പറയാൻ പോവാണ്. ഗൈസ്, സാഡ് മൊമെൻറ്റ്. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് പോവുകയാണ് ഗീസ്. ഈ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളിനി വരിക ഗീസ്. ഓയ്യോ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നേരെ നാട്ടിൽ പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീടിപ്പോൾ അവിടെ എവിടെയാണ് കിട്ടിച്ചിരിക്കുന്നത് ഗൈസ്. നമുക്ക് നമ്മളെ വീടിൻ്റെ അടുത്ത് പോവാം ഗൈസ്. ഓയ്യോ, നമ്മളെ വീട് എത്താനായിരുന്നു ഗൈസ്. ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നല്ലോ ഗൈസ്. കുറേ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടോ ഗൈസ്. നമ്മളെ വീടൊക്കെ കാണുമ്പോൾ നമ്മളെ വീട് ഗൈസ്. ഇപ്പോഴത്തെ പോലെ ഇവിടെ കണ്ടോ പുതിയ
ബിൽഡും കാര്യങ്ങളൊക്കെ വന്നിക്കണു. അയ്യോ ഗൈസ് നമ്മളെ വീട് ഇതിലും വീടൊക്കെ തമ്മിച്ചായി. അയ്യോ ഗൈസ് നമ്മളെ വീടൊക്കെ അയ്യോ നമുക്ക് അതൊന്ന് ചുറ്റി കാണില്ല വന്നിച്ച്. നമുക്ക് ഇവിടെ നിർത്തിയാണ് നോക്കിയാൽ നമ്മുടെ വീട് മൊത്തത്തിൽ. വാ ഗൈസ് അടിപൊളി വീട്. നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അതാ ചെറിയ ബൈക്കൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഷെഡാണോ കാറും അല്ല ബൈക്കുകളൊക്കെയാണ്. ഓ ഇവിടെ കട്ടിലൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വലിയ ടി വി ഒക്കെ വലിയ ടി വി കേട്ടോ, ഫാനൊക്കെ ഉണ്ട്. നമുക്ക് വലിയൊരു വീട് തന്നെയാണ് ഗൈസ്. ഒരു വിധത്തിൽ നല്ല വലിയ വീടാണ്. ഇവിടെ എന്താ ഇതാണ് ഗൈസ് മെയിൻ ഹാള് എന്ന് തോന്നുന്നത്. ഇത് വേറെന്തോ സംഭവം ഗൈസ്. എന്തൊക്കെ ഉണ്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അയ്യോ ഗൈസ് നമുക്കൊക്കെ ഒന്ന് ചുറ്റി കാണാം ഗൈസ്. ഇവിടെ എന്താണ് ബാൽക്കണി, കിച്ചണും ബാൽക്കണിയും ഒരുമിച്ച് പൊളിച്ച്. ഇവിടെ പിന്നെ ഒരു മോളത്തെ ഹാള്, ഇവിടെ ബാത്റൂം. അയ്യോ ബാത്റൂമൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ വലിയൊരു വീട് തന്നെയാണ് ശരിക്കും. അവിടെയും ഹാളുണ്ട്. ഇവിടെയൊക്കെ ഇതാകണ്ടോ കിഡിലും വീട് ഗൈസ്. പൊള്ളി വീട് ഗൈസ്. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാത്തിൻ്റെ കിടക്കാച്ച് പുളിക്കോശി വേണമായിരിക്കും. ബൈ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ കമൻറ്റ് ചെയ്യുക. നമുക്ക് പഴയ വീട്ടിൽ കാണാൻ മാറാം ഗൈസ്. ഈ വീട് പൊളിച്ചിട്ടുങ്ങാണ്ട് അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ കാണാൻ പോവാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിടക്കാച്ച് പുളിക്കോശി വേണമായിരിക്കും. ബൈ.